ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ഓവർസിയർ എക്സാമുകളോടനുബന്ധിച്ച് RCC എന്ന ടോപ്പിക്കുള്ള കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ RCCയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻസ് കാണാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും ഓരോ ടോപ്പിക് വൈസ് ആയാലും പോർഷൻ വൈസ് ആയാലും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേഷ്യോ ബിറ്റ്വീൻ ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് ദ വർക്കിംഗ് സ്ട്രെസ് ഈസ് കാൾഡ്. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെസ്സും വർക്കിംഗ് സ്ട്രെസ്സും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? ഓപ്ഷനിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്, യങ്സ് മോഡുലസ് ഉണ്ട്, ലോഡ് ഫാക്ടർ ഉണ്ട്, സേഫ് സ്ട്രെസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ഇവിടെ ആൻസർ? ഏതാണ്ട് ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, യങ്സ് മോഡുലസ് അല്ല, ഫാക്ടർ ഓഫ് സേഫ്റ്റിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ഈ ഒരു യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ് പറഞ്ഞാൽ റേഷ്യോ എന്താണ്? യങ്സ് മോഡുലസിനെ നമുക്ക് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാമല്ലേ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്? നോർമൽ സ്ട്രെസ്സും അതുപോലെ തന്നെ നോർമൽ സ്ട്രെയിനുമാണ് വരുന്നത് അല്ലേ. നോർമൽ സ്ട്രെസ്സും അതുപോലെ തന്നെ നോർമൽ സ്ട്രെയിനുമാണ് അവിടുത്തെ റേഷ്യോ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: അണ്ടർ കോൺസ്റ്റന്റ് ലോഡ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അണ്ടർ കോൺസ്റ്റന്റ് ലോഡ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ടൈം ഡിപ്പെൻഡൻ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ഉണ്ട്, മോയ്സ്ചർ ഡിപ്പെൻഡൻ്റ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് വരുന്നത്? നമുക്ക് ആ ഒരു ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു കോൺസ്റ്റന്റ് ലോഡ് പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ അപ്ലൈ ആകുമ്പോൾ ഉണ്ടാകുന്നതാണ് ആ ഒരു ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലോഡ് പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ അപ്ലൈ ആകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ് വരുന്നത്? ഓപ്ഷനിൽ ടൈം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, മോയ്സ്ചർ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ടല്ലേ. ഏതാണ് ഇവിടുത്തെ ആൻസർ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ടൈം ആണ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ടൈം ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓർഡർ ടു അവോയ്ഡ് സെഗ്രിഗേഷൻ ഇൻ കോൺക്രീറ്റ്, ഡ്രോപ്പിംഗ് ഹൈറ്റ് ഷുഡ് നോട്ട് എക്സീഡ്. ഓക്കെ, ഇൻ ഓർഡർ ടു അവോയ്ഡ് സെഗ്രിഗേഷൻ ഇൻ കോൺക്രീറ്റ്. ഓക്കെ, സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കോൺക്രീറ്റിൽ നിന്നും അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻസ് സെപ്പറേറ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സെഗ്രിഗേഷൻ ഓർഡർ ടു അവോയ്ഡ് സെഗ്രിഗേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സെഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ആ ഒരു ഡ്രോപ്പിംഗ് ഹൈറ്റ് ഷുഡ് നോട്ട് എക്സീഡ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്രിഗേഷന് കാരണം എന്താണ്? ഒരു കാരണം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, ഓവർ ഹൈറ്റ്, അതായത് ഹൈറ്റ് കൂടിപ്പോയാൽ ആ ഒരു സെഗ്രിഗേഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓവർ വൈബ്രേഷനൊക്കെ കൊടുക്കുകയാണെങ്കിലും ഈ ഒരു സെഗ്രിഗേഷൻ സംഭവിക്കാം. അപ്പോൾ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിൽ നിന്നും അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് സെപ്പറേറ്റ് ആയി പോകുന്നതിനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്ന ആ ഒരു ഡ്രോപ്പിംഗ് ഹൈറ്റ് ഷുഡ് നോട്ട് എക്സീഡ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷനിൽ 25 സെൻറ്റിമീറ്റർ ഉണ്ട്, 50 സെൻറ്റിമീറ്റർ ഉണ്ട്, 150 സെൻറ്റിമീറ്റർ ഉണ്ട്, 250 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലോ. ഓപ്ഷൻ സി ആണ്, 150. ഓക്കെ, ഓപ്ഷൻ സി 150 സെൻറ്റിമീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. TMD സ്റ്റീൽ ബാർ സ്റ്റാൻഡ്സ് ഫോർ. ഓക്കെ, TMDയുടെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ട്വിസ്റ്റ് ഉണ്ട്, തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ഉണ്ട്, ടോർഷൻ മെയിൻറ്റെയിൻഡ് ആൻഡ് ട്രീറ്റഡ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? TMD സ്റ്റാൻഡ്സ് ഫോർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു PSC ക്വസ്റ്റ്യൻസ്, നമ്മുടെ കേരള PSC എന്ന് പറയുന്നത് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ലെവൽ ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്.
സോ നമ്മൾ എത്രത്തോളം പോർഷൻസ് ഒക്കെ പഠിക്കുന്നോ അതുപോലെ തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നു അത്രയും നമ്മൾ വിജയസാധ്യതയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ കൂടുതലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, അതായത് നമ്മളിപ്പോൾ കേരള PSCക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അതർ സ്റ്റേറ്റ് PSCയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഗേറ്റ്, ദെൻ SSC, JEE, RRBയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് തരത്തിലൊക്കെ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടിയാലും നമുക്കത് പെട്ടെന്ന് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് നോക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. അല്ലാതെ നമുക്ക് തിയറി മാത്രം പഠിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ലെവലിലുള്ള PSC എക്സാമൊന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല, ആൻസർ നമുക്ക് കിട്ടത്തില്ല. സോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോൺക്രീറ്റ് ഈസ് നോൺ എസ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ടു ദാറ്റ് ഓഫ് കോൺക്രീറ്റ് ഈസ് നോൺ എസ്. ഏതാണ്? ഓപ്ഷനിൽ മോഡുലാർ റേഷ്യോ ഉണ്ട്, പോയിസൺസ് റേഷ്യോ ഉണ്ട്, സ്ട്രെയിൻ റേഷ്യോ ഉണ്ട്, സ്ട്രെസ് റേഷ്യോ ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണല്ലേ. ഓപ്ഷൻ A ആണ്, മോഡുലാർ റേഷ്യോ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൊളാപ്സ് സ്ലംബ് ഇൻഡിക്കേറ്റ്. ഓക്കെ, കൊളാപ്സ് സ്ലംബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതെന്നാണ്? ഓപ്ഷനിൽ വെരി ഡ്രൈ കോൺക്രീറ്റ് ഉണ്ട്, എക്സസീവ് വാട്ടർ കണ്ടന്റ് ഉണ്ട്, ഗുഡ് കോൺക്രീറ്റ് ഉണ്ട്, ലോ വർക്കബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് വരുന്നത്? നമുക്ക് ആ ഒരു സ്ലംബിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്ലംബ് നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ഷിയർ സ്ലംബുണ്ട്, അതുപോലെ തന്നെ ട്രൂ സ്ലംബുണ്ട്, ദെൻ സീറോ സ്ലംബുണ്ട്, അതുപോലെ കൊളാപ്സ് സ്ലംബുണ്ട്. ഓക്കെ, അതിൽ ഷിയർ സ്ലംബ് എന്താണ് പറയുന്നത്? ഷിയർ സ്ലംബ് എന്താണ് പറയുന്നത്? അവിടെ സ്ലംബ് ഒരു പോർഷനിൽ നിന്നും സ്ലൈഡായി പോകുമല്ലേ. ഷിയർ സ്ലംബ് ആണെങ്കിൽ സ്ലംബ് ഒരു പോർഷനിൽ നിന്നും സ്ലൈഡായി പോകും, അതാണ് ഷിയർ സ്ലംബ് എന്ന് പറയുന്നത്. ഇനി ട്രൂ സ്ലംബ് ആണെങ്കിലോ, ട്രൂ സ്ലംബ് എങ്ങനെയാണ് വരുന്നത്? അവിടുത്തെ കോൺക്രീറ്റിൽ എല്ലാം യൂണിഫോം സബ്സൈഡ് ആയിരിക്കുമല്ലോ, കോൺക്രീറ്റ് അവിടെ യൂണിഫോം സബ്സൈഡ് ആയിരിക്കും ട്രൂ സ്ലംബിൽ. ആ ഒരു ട്രൂ സ്ലംബിലാണ് നമുക്ക് ആ ഒരു ബെറ്റർ കൊഹിഷൻ പ്രോപ്പർട്ടി ഉള്ളത്, ട്രൂ സ്ലംബിലാണ്. ഓക്കെ, ഇതിനടുത്ത് സീറോ സ്ലംബ് ആണെങ്കിലോ, സീറോ സ്ലംബിൽ എന്താ വരിക? ആ ഒരു സീറോ സ്ലംബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു സ്ലംബ് വാല്യൂ എടുക്കാൻ പറ്റത്തില്ല, അതാണ് ആ ഒരു സീറോ സ്ലംബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനടുത്ത് കൊളാപ്സ് സ്ലംബ് ആണെങ്കിലോ, കൊളാപ്സ് സ്ലംബ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഓക്കെ, കൊളാപ്സ് സ്ലംബ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. സോ ഇവിടെ ഈ കൊളാപ്സ് സ്ലംബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ആൻസർ ഏതായിരിക്കും വരിക? ആൻസർ ഓപ്ഷൻ B ആണല്ലോ. ഓപ്ഷൻ B ആണ്, എക്സസീവ് വാട്ടർ കണ്ടന്റ് ആണ് അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ചോദ്യം, ഇൻ ഹാൻഡ് മിക്സിംഗ് എക്സ്ട്രാ സിമെൻറ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് എബൌട്ട്. നമ്മൾ ഹാൻഡ് മിക്സിങ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ സിമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യും, അത് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇത്ര പെർസെൻറ്റേജ് എന്നാണ്. ഓപ്ഷനിൽ 5% ഉണ്ട്, 10% ഉണ്ട്, 15% ഉണ്ട്, 20% ഉണ്ട്. ഓക്കെ, അതിൽ ഏതാണ് ആൻസർ? നമുക്കിപ്പോൾ മിക്സിങ്, ഹാൻഡ് മിക്സിങ് ഉണ്ട്, മെഷീൻ മിക്സിങ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഹാൻഡ് മിക്സിങ് ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഷീറ്റൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യാറുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ സ്റ്റീൽ ഷീറ്റിൽ തന്നെ കുറച്ച് പോർഷൻ സിമെൻ്റൊക്കെ ആ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ തന്നെ ആയിപ്പോവും. അപ്പോൾ നമ്മുടെ മിക്സിങ് എന്തായിരിക്കും? കറക്റ്റ് പ്രൊപ്പോർഷനിൽ വരത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് മിക്സിങ് ചെയ്യുമ്പോൾ കുറച്ച് പെർസെൻറ്റേജ് സിമെൻറ്റ് അഡീഷണൽ ഇടും. അത് എത്രയാണ് വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. ഓക്കെ, ഓപ്ഷൻ B ആണ്, 10% ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ടെസ്റ്റുകൾ, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ഞാൻ താഴെ പ്രോഡക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. ഞാനിത് ജസ്റ്റ് പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതി റെഫറൻസ് പോലെ വെച്ചിരിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങളത് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അതായത് ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെക്കമെൻഡഡ് സ്ലംബ് ഫോർ നോർമൽ RCC വർക്ക്. ഓക്കെ, RCC വർക്കിന് നമ്മൾ റെക്കമെൻഡ് ചെയ്ത നോർമൽ സ്ലംബ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്ലംബ് വാല്യൂ എത്രയാണ്? നോർമലായിട്ട് 0 to 20 യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ 25 to 50 യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ 50 to 100 യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇതിൽ എങ്ങനെയാണ് വരുന്നത്? 0 to 20 ആണെങ്കിൽ വെരി ലോ വരുന്നു. ഓക്കെ, വെരി ലോ ആണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. 25 to 50 ആണെങ്കിലോ ലോ വർക്കബിലിറ്റി ആണ്.
50 to 100 ആണെങ്കിലോ മീഡിയം വർക്കബിലിറ്റി ആണ്. ഇനി 100-നേക്കാളും കൂടുതലാണെങ്കിലോ വെരി ഹൈ ആണല്ലോ വർക്കബിലിറ്റി. 0 മുതൽ 20 ആണെങ്കിൽ വെരി ലോ ആണ്. 25 മുതൽ 50 ആണെങ്കിൽ ലോ വർക്കബിലിറ്റി ആണ്. 50 മുതൽ 100 ആണെങ്കിൽ മീഡിയം വർക്കബിലിറ്റി ആണ്. 100-നേക്കാൾ കൂടുതലാണെങ്കിൽ ഹൈ ആയിരിക്കും വർക്കബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എടുക്കാം? ഇതിലെന്തായാലും ഈ ഒരു ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ വരുന്നത് ഓപ്ഷൻ എയും ബി ആണ് വരുന്നത്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 80 മുതൽ 150 mm ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം. പ്ലാസ്റ്റിസൈസേഴ്സ് ആർ യൂസ്ഡ് ഇൻ കോൺക്രീറ്റ്. ഓക്കെ, പ്ലാസ്റ്റിസൈസർ നമ്മൾ കോൺക്രീറ്റിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷനിൽ ടു ഇൻക്രീസ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമൻറ്റ് പേസ്റ്റ് ഇൻ കോൺക്രീറ്റ്, ടു ഡിക്രീസ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, അതുപോലെ തന്നെ ടു ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ എന്നുണ്ട്, ടു ഇംപ്രൂവ് ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് മിക്സ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ ഏതാണ്ടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്. ടു ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിസൈസർ നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ വർക്കബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വർക്കബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വാട്ടർ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കബിലിറ്റി കിട്ടും, പക്ഷേ അവിടെ സ്ട്രെങ്ത് കുറയും. ഓക്കെ, നമ്മൾ കോൺക്രീറ്റിൽ വർക്കബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കബിലിറ്റി കൂടും, പക്ഷേ അവിടെ സ്ട്രെങ്ത് കുറയും. അങ്ങനെ സ്ട്രെങ്തിൽ കുറയാത്ത രീതിയിൽ നമുക്ക് വർക്കബിലിറ്റി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിസൈസേഴ്സ് ആഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിസൈസർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു വാട്ടറിൻ്റെ എമൗണ്ട് അവിടെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം. ദ ഡക്റ്റിലിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ വിൽ ബി. ഡക്റ്റിലിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ സെയിം ആസ് ദാറ്റ് ഓഫ് HOSD ബാർ, ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് HOSD ബാർ, ലെസ് ദാൻ ദാറ്റ് ഓഫ് HOSD ബാർ, എയ്തർ ലെസ് ഓർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് HOSD ബാർ. ഏതാണ് വരിക? ഏതാണ് ആൻസർ വരിക? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് HOSD ബാർ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദാറ്റ് ഡക്റ്റിലിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് HOSD ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫിനോമിനൻ കേസസ് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഹെവിയർ പാർട്ടിക്കിൾ. ഓക്കെ, ഏതാണ്? ഓപ്ഷനിൽ സെഗ്രിഗേഷൻ ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, ക്രീപ്പ് ഉണ്ട്, ശ്രിങ്കേജ് ഉണ്ട്. ഓക്കെ, ഏതാണ് വരുന്നത് ക്വസ്റ്റ്യൻ? വിച്ച് ഫിനോമിനൻ കേസസ് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു സെറ്റിൽമെൻറ്റ് ഓഫ് ഹെവിയർ പാർട്ടിക്കിൾസ്. അതായത് നമ്മൾ കോൺക്രീറ്റ് സെറ്റിൽ ആകുമ്പോഴത്തേക്കും വാട്ടർ അപ്വേർഡ് ഡയറക്ഷനോട്ട് മൂവായി വരും. ആ ഒരു ഫിനോമിനത്തിന് കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഫിനോമിന ഏതെന്നാണ്? ഓപ്ഷനിൽ സെഗ്രിഗേഷൻ, ബ്ലീഡിംഗ്, ക്രീപ്പ്, ശ്രിങ്കേജ്. ആ ഒരു ഫിനോമിന ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. ബ്ലീഡിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസ് ആയ വാട്ടർ കോൺക്രീറ്റിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ വരും. അതിന് റീസൺ നമ്മൾ ഓവറായിട്ട് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്നത് കൊണ്ടൊക്കെ ഈ ഒരു ബ്ലീഡിങ് സംഭവിക്കാം. ഓക്കെ, നമ്മൾ സെഗ്രിഗേഷൻ നേരത്തെ പറഞ്ഞു. സെഗ്രിഗേഷൻ എന്താണ്? കോൺക്രീറ്റിൽ നിന്നും അതിൻ്റെ കോൺസിസ്റ്റൻസി സെപ്പറേറ്റ് ആയി പോകുന്നതിനാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ക്രീപ്പും നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കോൺസ്റ്റന്റ് ലോഡ് ഒരു ലോങ് പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ അപ്ലൈ ആകുമ്പോഴാണ് ഒരു ക്രീപ്പ് സ്ട്രെയിൻ ഉണ്ടാകുന്നത്. ഇനി ശ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോൺക്രീറ്റിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ലോസ് കാരണം നമ്മുടെ വോളിയം റിഡക്ഷൻ സംഭവിക്കും. അത് കാരണം ഉണ്ടാകുന്ന ഫെയിലിയറിനെയാണ് നമ്മൾ ശ്രിങ്കേജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് സംഭവിക്കുമ്പോൾ അവിടുത്തെ വോളിയം റിഡക്ഷൻ ആവും. അപ്പോൾ അത് കാരണം ഫെയിലിയർ സംഭവിക്കും. അതിനെയാണ് നമ്മൾ ശ്രിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നോർമൽ മിക്സ് പ്രൊപ്പോർഷൻ ഫോർ M20 കോൺക്രീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. M20 ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ 1:2:4 ഉണ്ട്, 1:1.5:3 ഉണ്ട്, 1:3:6 ഉണ്ട്, 1:1:2 ഉണ്ട്. ഓക്കെ, M20 ഏതാണ് വരുന്നത്? M20 ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. M20 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 1:1.5:3 ആണ് വരുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ബാക്കി പ്രൊപ്പോർഷൻസ് കൂടെ നോക്കാം. M5 ആണെങ്കിലോ M5 ഏതാണ് വരിക? 1:5:10 ആണല്ലേ വരിക. 1:5:10 ആണ്. അതുപോലെ തന്നെ M7.5 ആണെങ്കിലോ M7.5 വരുന്നത് 1:4:8 ആണ്. ദെൻ M10 ആണെങ്കിലോ M10 വരുന്നത് 1:3:6 ആണ്. ദെൻ M15 ആണെങ്കിലോ M15 വരുന്നത് 1:2:4 ആണ് M15 വരുന്നത്. ദെൻ M20 ആണെങ്കിലോ M20 വരുന്നത് 1:1.5:3 ആണ് വരുന്നത്.
ദെൻ അതുപോലെ തന്നെ M30 ആണെങ്കിലോ M30 ആണെങ്കിൽ 1:0.75:1.5 ആണ് വരിക. M35 ആണെങ്കിലോ M35 1:0.5:1 ആണ് വരിക. ദെൻ M40 ആണെങ്കിലോ M40 വരുന്നത് 1:0.25:0.5 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ M5 മുതൽ M20 വരെയുള്ള മിക്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുക, ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുക. ഓക്കെ, ഓർഡിനറി കോൺക്രീറ്റ് എന്ന് പറയുന്നത് M5 മുതൽ M20 വരെയുള്ളതിനെയാണ്. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഈസി ആണല്ലേ. ഇത് ഫസ്റ്റ് തുടക്കമെല്ലാം 1 ദെൻ അടുത്ത് നിങ്ങൾക്ക് 5, 4, 3, 2, 1.5 അങ്ങനെ കുറഞ്ഞു വരുന്നു. ഇതും അതുപോലെ തന്നെയാണ് 10, 8, 6, 4, 3 ആ ഒരു രീതിയിൽ കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇതൊക്കെ അപ്പം സ്ഥിരം നമ്മുടെ ക്വസ്റ്റ്യൻസിന് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈഡ് ഫോം may generally be removed after. ഓക്കെ, സൈഡ് ഫോം may be generally removed after, അതായത് നമ്മുടെ സൈഡിൽ വരുന്ന ഫോമൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് എപ്പോഴെന്നാണ്. ഓപ്ഷനിൽ 1 day ഉണ്ട്, 2 days ഉണ്ട്, 3 days ഉണ്ട്, 14 days ഉണ്ട്. ഓക്കെ, ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1 day അല്ലെങ്കിൽ പറയുന്നത് 24 hours ആണ് പറയുന്നത്. 1 day അല്ലെങ്കിൽ 24 hours ആണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സ്ലാബിൻ്റെ സോഫ്റ്റ് ഒക്കെ ആണെങ്കിലോ, സ്ലാബിൻ്റെ സോഫ്റ്റ് 3 days ആണ് പറയുന്നത് അല്ലേ. സ്ലാബിൻ്റെ സോഫ്റ്റിന് 3 days ആണ് പറയുന്നത്. അതുപോലെ തന്നെ 14 days പറയുന്നത് ഏതിനാണ്? 14 days പറയുന്നത് സ്ലാബിൻ്റെ പ്രോപ്സ് ആണ്. സ്ലാബ് പ്രോപ്സ് ആണ്. ഓക്കെ, സ്ലാബ് പ്രോപ്സ് ആണ് 14 days പറയുന്നത്. അതിൽ ഈ സ്ലാബ് പ്രോപ്സിൽ തന്നെ സ്പാൻ ഗ്രേറ്റർ ദാൻ 4.5 വരുന്നതിനാണ് ഈ ഒരു 14 ദിവസം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലും കുറേ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും കുറേ ടൈപ്പ് നമ്മുടെ ബീമിൻ്റെതായാലും സ്ലാബിൻ്റെതായാലും കോളം വെർട്ടിക്കൽ ഫോംവർക്കായാലും എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ വാല്യൂസും എല്ലാം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനിയും നമ്മൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. സോ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.